തെരഞ്ഞെടുപ്പ് തന്ത്രം ബി.ജെ.പിയുടെ ഒരു തവണ കൂടി വിജയിച്ചിരിക്കുകയാണ്. അത് മൈക്രോ ലെവൽ മാനേജ്മെന്റിലൂടെ ബി.ജെ.പി നേടിയെടുത്തിരിക്കുകയാണ്. ജാട്ട് ഇതര വോട്ടുകളിലൂടെ വിജയം കാണാമെന്നുള്ള ബി.ജെ.പിയുടെ തന്ത്രം, അതേപോലെ തന്നെ ജാട്ട് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിന് വേണ്ടി ബി.ജെ.പി എടുത്തിരുന്ന തന്ത്രം ഇത് വിജയിച്ചിരിക്കുകയാണ്. നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഹരിയാന ബി.ജെ.പി അധ്യക്ഷനായ മോഹൻലാൽ ബദോളി അങ്ങനെ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് ബി.ജെ.പി ഹരിയാനയിൽ എന്നുള്ള പ്രഖ്യാപനം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിക്കഴിഞ്ഞു. നയാബ് സിംഗ് സൈനി തന്നെ അവിടെ മുഖ്യമന്ത്രിയായി വരും എന്ന് തന്നെയുള്ള പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ്. ശ്രീജിത്ത്, സൈനി വന്നത് തന്നെ ഈ OBC വോട്ടുകളിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കുകയും അങ്ങനെ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ബി.ജെ.പിയുടെ ആ ഒരു ഉറച്ച വിശ്വാസം, അതല്ലേ സൈനിയെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഈ പ്രഖ്യാപനം? വിനേഷ് ഫോഗട്ട് ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സൈനി തന്നെയാണ് ബി.ജെ.പിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പറഞ്ഞോളൂ. സ്വാഭാവികമായിട്ടും സൈനി തന്നെയാണ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ സൈനിക്ക് നമ്മൾ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ബി.ജെ.പി വൃത്തങ്ങൾക്കിടയിൽ തന്നെ സൈനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു പിന്തുണ സൈനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ ജനകീയമായ പിന്തുണയുണ്ടെന്നോ അവർക്ക് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്റ്റാറായിട്ട് മാറിയിട്ടുള്ളത് സൈനിയാണ്. സൈനിക്ക് സാധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷ ജാട്ട് ദളിത് വോട്ടുകളുടെ ഒരു അവർക്ക് അനുകൂലമായിട്ടൊരു കൺസൾട്ടേഷൻ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. മറിച്ച് OBC വോട്ടുകളുടെയും ഒരു ബ്രാഹ്മണ വോട്ടുകളുടെയും ഒരു പിന്തുണയായിരുന്നു പ്രത്യേകിച്ചും. അതുകൂടാതെ തന്നെ ഗുജ്ജർ വോട്ടുകൾ, ഈ 3 വോട്ടുകളായിരുന്നു യഥാർത്ഥത്തിൽ ബി.ജെ.പി ലക്ഷ്യം വെച്ചത്. അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും നേടാനായിട്ട് അവർക്ക് സാധിച്ചു. അവരുടെ OBC ഫേസ് ആയിട്ട് തന്നെയാണ് സൈനിയുള്ളത്. അതേപോലെ തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ തരത്തിലുള്ള ഒരു സവർണ വോട്ടുകളുടെ ഒരു കൺസൾട്ടേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുജ്ജർ ഡോമിനേഷനുള്ള മുഴുവൻ സീറ്റുകളും ബി.ജെ.പി ആണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് കുറച്ച് മുൻപ് വരെ. ഇപ്പോഴത്തെ ഒരു ഫൈനൽ സ്ഥിതി എനിക്കറിയില്ല. പക്ഷേ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി.ജെ.പി എന്താണോ ലക്ഷ്യം വച്ചത് അതിലേക്ക് ബി.ജെ.പിക്ക് കൃത്യമായിട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ജാട്ട് വോട്ടുകളെ ഭിന്നിപ്പിക്കാനും അതേപോലെ ജാട്ട് ഇതര വോട്ടുകളെ സമാഹരിക്കാനും ഈ 2 രീതിയിൽ അവർക്ക് ഇലക്ഷൻ സ്ട്രാറ്റജി അവർ വിജയിച്ചു എന്ന് വേണം കരുതാനായിട്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന് മറ്റൊരു വലിയ തിരിച്ചടിയായത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉള്ളൊരു ഡിസ്കഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിന് അവിടെ വലിയ കാര്യമായിട്ട് നടത്തിയിരുന്നു. ഏതാണ്ട് ഹുഡയുടെ കയ്യിലേക്ക് ഇലക്ഷൻ പ്രചരണം മുഴുവനായിട്ടും രാഹുൽ ഗാന്ധിയും സംഘവും ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു രീതിയും എല്ലാം അവരുടെ മുന്നിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്, അവരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വളരെ കുറച്ച്, ദേശീയ നേതാക്കൾ വളരെ കുറച്ച് തന്നെയാണ് അവിടെ പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നത്. അതേസമയം സ്ട്രാറ്റജി എല്ലാം ഹുഡയുടെ നേതൃത്വത്തിലായിരുന്നു. അതേസമയം തിരിച്ച് നമുക്ക് ആലോചിച്ച് നോക്കണം, മോഡി വളരെ കുറച്ച് പ്രചരണത്തിലെ ഇത്തവണ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിലും അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ആസൂത്രണം അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മുഴുവൻ നടന്നത്. അമിത്ഷാ ക്യാമ്പ് ചെയ്ത് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് മുഴുവൻ ഇത് നടക്കുന്നത്. അതേസമയം കോൺഗ്രസ് അത് ഹുഡ കുടുംബത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു, അവരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതേസമയം തന്നെ കുമാരി ശൈലജ മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്രചരണം ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഛത്തീസ്ഗഡ്, ഞാൻ അതാണ് പറഞ്ഞു, ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് അതേപോലെ തന്നെയായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രചരണം അവിടെ നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന് ദോഷകരമായോ എന്നുള്ളൊരു കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് പിന്നീട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടിൻ്റെ ഒരു മാറ്റം കാണുമ്പോൾ ഒരു പക്ഷേ അത് കാര്യമായി ബാധിച്ചിരിക്കാം എന്നുള്ളൊരു. ഹരിയാനയിൽ 49 സീറ്റുകളിൽ ഇപ്പോഴും ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ജയറാം രമേശിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ വോട്ടെണ്ണലിനെ അദ്ദേഹം ഇപ്പോൾ എതിർത്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് വോട്ടെണ്ണൽ നടക്കുന്നില്ല, അത് ഹരിയാനയാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ദ ലോക്സഭ ഇലക്ഷൻസ് ഇൻ ഹരിയാന വി ആർ അഗെയിൻ വിറ്റ്നസിംഗ് സ്ലോവിംഗ് ഡൗൺ ഓഫ് ദ അപ്ലോഡിംഗ് അപ് ടു ഡേറ്റ് ട്രെൻഡ്സ് ഓൺ ദ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് എന്നാണ്. അതായത് കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്ന് ജയറാം രമേശ് പരാതിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എക്സിൽ ഇത് കുറിച്ചിരിക്കുകയാണ്. ഈസ് ദ ബി.ജെ.പി ട്രൈങ് ടു ബിൽഡ് pressure on administration by
ഷെയറിംഗ് ഔട്ട്ഡേറ്റഡ് ആൻഡ് മിസ്ലീഡിംഗ് ട്രെൻഡ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ്സിൽ ചില മാറ്റങ്ങളുണ്ട്, ഇതല്ല യഥാർത്ഥ ഇലക്ഷൻ ട്രെൻഡ് എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് വോട്ടെണ്ണൽ നടക്കുന്നില്ല, അത് സ്ലോ ഡൗൺ ചെയ്യുകയാണ്, കൃത്യമായിട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജയറാം രമേശിന്റെ പരാതി. ഈ അഡ്മിനിസ്ട്രേഷനെ അദ്ദേഹം ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കൃത്യമായ വിവരങ്ങൾ വരുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്ഡേറ്റ് ആയിട്ടുള്ള ട്രെൻഡാണല്ലോ, കൃത്യമായ കണക്കുകൾ ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നും ന്യൂസ് 18 വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് 49 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നത്. ഹരിയാനയിൽ 52 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. തീർച്ചയായും മഞ്ജുഷ, ഈ ഡേറ്റകളിൽ ഒരു പിഴവുമില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കും. ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് വളരെ കൃത്യമായി കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധികൾ നൽകുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും അതിൽ ആർക്കൊക്കെയാണ് ലീഡ് നേടാൻ സാധിച്ചത്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര വോട്ട് ലഭിച്ചു എന്നത് നമ്മൾ ഇൻപുട്ടായി രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയുള്ള ലീഡ് നിലയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യക്തതയുള്ള കണക്കുകൾ എന്ന് തന്നെ നമുക്ക് ആധികാരികമായി പറയാൻ പറ്റും. അതാണ് നമ്മുടെ മാജിക് ബോൾ എന്നത്. ഇപ്പോഴും ഇത് 90 സീറ്റുകളിൽ BJP 49 സീറ്റുകളിൽ ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിനെ ഒരിക്കൽ കൂടി രൂപീകരിക്കുമെന്ന ഹാട്രിക് സർക്കാരിലേക്ക് പോകുന്നു ഹരിയാനയിൽ BJP എന്ന നയാബ് സൈനി ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ സാഹചര്യം. അതുമാത്രമല്ല, ഭൂപേന്ദർ ഹൂഡ ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് മടങ്ങി എന്നത് കോൺഗ്രസ് നിരാശരാണ് എന്നതിന്റെ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അന്തിമ ഫലം പുറത്തു വരാൻ. അപ്പോൾ പോലും ആ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും BJP സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJP നമുക്കറിയാമല്ലോ മഞ്ജുഷ, തപാലോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ഏതാണ്ട് 3.5 മണിക്കൂർ വരെ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. BJP കേന്ദ്രങ്ങളിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഹരിയാനയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന്. സൈനി മാത്രമായിരുന്നു തുടക്കം മുതൽ, അതായത് സർക്കാരിന്റെ തുടർച്ചയുണ്ടാകും എന്ന നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോൾ 49 സീറ്റുകളിൽ ഹരിയാനയിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 35 മണ്ഡലങ്ങളിൽ ആണ് ലീഡ് പുലർത്തുന്നത്. മറ്റുള്ളവർ 4. INLDക്ക് ഇപ്പോഴും INLD BSP സഖ്യത്തിന് ഇപ്പോഴും 2 മാത്രമാണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ അർജുൻ ചൗട്ടാല മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റത് BSPയുടെ സ്ഥാനാർത്ഥിയാണ്. AAP ആണ് ഇന്ത്യ സഖ്യത്തിന്റെ തോൽവിക്ക് കാരണമെന്ന ഒരു പൊതു നിരീക്ഷണത്തിലേക്ക് വരും മണിക്കൂറുകളിൽ എത്താൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ പിക്ചറിൽ നിന്ന് ലഭിക്കുന്നത്. ഒരിടത്തു പോലും AAPക്ക് മേൽക്കൈ നേടാൻ സാധിച്ചില്ല. JJP 10 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 10 സീറ്റുകളെ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഹരിയാനയിലെ ചിത്രമെങ്കിൽ ജമ്മു കാശ്മീരിൽ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. കോൺഗ്രസ് NC സഖ്യം, ഇന്ത്യ സഖ്യം 53 സീറ്റുകൾ എന്ന സേഫ് സോണിലൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് 25 സീറ്റുകളിൽ മാത്രമാണ് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതിപ്പോഴും ജമ്മു മേഖലകളിൽ നിന്ന് തന്നെയാണ്. മറ്റുള്ളവർ 9 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. PDP 4 സീറ്റുകളിൽ ആയിരുന്നു ലീഡ് പുലർത്തിയിരുന്നത് എങ്കിൽ ഇപ്പോഴത് 3ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സർക്കാർ രൂപീകരണത്തിന് PDPയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ സഹായം തേടേണ്ടി വരുന്നില്ല ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇന്ത്യ സഖ്യത്തിന്റെ ടാലി പരിശോധിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് ആണ് 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് 11 സീറ്റുകളിൽ, CPIMന്റെ യൂസഫ് തരിഗാമി വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം ഇതാ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അവിടെ ഒരു തന്ത്രങ്ങളും BJPക്ക് ഒരു തന്ത്രങ്ങൾക്കുമുള്ള സാധ്യത പോലും ജമ്മു കാശ്മീരിൽ ഇനി ഒരു രാഷ്ട്രീയ കരുനീക്കത്തിനും സാധ്യതയില്ല. ഇന്ത്യ സഖ്യം വ്യക്തമായി തന്നെ 53 എന്ന് പറയുമ്പോൾ വ്യക്തമായ ലീഡ് നിലയാണ്. 53 സീറ്റുകളിൽ ലീഡ് ഇന്ത്യ സഖ്യത്തിന്. BJP കഴിഞ്ഞ തവണത്തെ പോലെ 25 തന്നെ ഒതുങ്ങുകയാണ്. അത് ജമ്മുവിൽ നിന്നാണ് മുഴുവൻ സീറ്റുകളും 25 സീറ്റും BJPക്ക് കിട്ടുന്നത്. മറ്റുള്ളവർ 9. PDP വെറും 3 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. ഇൽത്തിജ മുഫ്തി പരാജയം സമ്മതിച്ചിരിക്കുന്നു. വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് PDP നേതാവ് പറയുകയാണ്. അങ്ങനെ PDP ചിത്രത്തിലേ ഇല്ല.
അവർക്കൊരു രാഷ്ട്രീയ നീക്കവും നടത്തുവാനുള്ള പ്രാപ്തിയും ഇത്തവണയില്ല. 53 എന്നുള്ളത് വലിയ സംഖ്യയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. ജമ്മു കാശ്മീരിലെ 42 സീറ്റുകളിൽ ഇപ്പോഴും 44 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 8 സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ഒരു സീറ്റിൽ CPM ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 53 എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആകെ ടാലി. BJP ഒറ്റയ്ക്ക് 25 സീറ്റുകളിൽ ലീഡ്, മറ്റുള്ളവർ സ്വതന്ത്രരാണ് 9 സീറ്റുകളിൽ ലീഡ്, PDP 3 എന്നുള്ളതാണ്. ഇനി ഹരിയാനയിലേക്ക് വരാം.